നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ്. ആർഭാട ജീവിതം നയിക്കുന്നുവെന്ന് തന്നെയും മാതാവിനെയും നിരന്തരം കുറ്റപ്പെടുത്തിയതിനാണ് പിതൃ സഹോദരൻ ലത്തീഫിനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയതെന്ന് അഫാൻ. ആർഭാട ജീവിതം കാരണമാണ് കടം കയറിയതെന്ന് പറഞ്ഞ ലത്തീഫ് തന്നെയും മാതാവിനെയും നിരന്തരം കുറ്റപ്പെടുത്തിയതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നും അഫാൻ പറയുന്നു. പിതൃ സഹോദരനെ തലക്കടിച്ച് കൊന്നതിൽ കുറ്റബോധമോ കൂസലോ ഇല്ലാതെയാണ് അഫാൻ തെളിവെടുപ്പിനിടെ തന്റെ കൊടും ക്രൂരതകൾ വിവരിച്ചത്. പിതാവിന്റെ സഹോദരൻ അബ്ദുൾ ലത്തീഫ്, ഭാര്യ സാജിദ ബീവി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് കിളിമാനൂർ പോലീസ് ചുള്ളാളം SN പുരത്തെ ലത്തീഫിന്റെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. കൊലപാതക പരമ്പരയിലെ രണ്ടാം ഘട്ട തെളിവെടുപ്പാണ് കിളിമാനൂർ SHOB ജയന്റെ നേതൃത്വത്തിൽ നടന്നത്. അഫാൻ 80,000 രൂപ ലത്തീഫിന് നൽകാനുണ്ടായിരുന്നു. ഇതിനെ പറ്റിയും നിരന്തരം തർക്കങ്ങളുണ്ടായിരുന്നു. തന്റെ ആർഭാട ജീവിതം കൊണ്ടാണ് കടം കയറിയതെന്ന് ലത്തീഫ് പലരോടും പറഞ്ഞിരുന്നു. പിതൃമാതാവ് തന്നെ സാമ്പത്തികമായി സഹായിക്കുന്നതിൽ നിന്ന് ലത്തീഫ് വിലക്കിയതും വൈരാഗ്യത്തിന് കാരണമായി. ഒന്നാം ഘട്ട തെളിവെടുപ്പ് പോലെ യാതൊരു ഭാവഭേദവും ഇല്ലാതെയാണ് അഫാൻ ലത്തീഫിനെയും ഭാര്യ സാജിദ ബീവിയെയും ക്രൂരമായി കൊലപ്പെടുത്തിയ രീതി പോലീസിനോട് വിവരിച്ചത്. ജനുവരി 24-ന് ഉച്ചയോടെ അഫാൻ വീട്ടിലെത്തിയപ്പോൾ ഇരുവരും ഹാളിലുണ്ടായിരുന്നു. തന്നെ കണ്ടപ്പോൾ തന്നെ സാജിദ ബീവി അടുക്കളയിലേക്ക് പോയി. സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെയാണ് കയ്യിൽ കരുതിയിരുന്ന ചുറ്റികയെടുത്ത് ലത്തീഫിനെ ആക്രമിച്ചത്. ഇതിനിടെ ലത്തീഫിന്റെ മൊബൈലിലേക്ക് കോൾ വന്നു. ഇതോടെ തുടർച്ചയായി ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു. അടികൊണ്ട് ഹാളിലെ സോഫയിൽ വീണ ലത്തീഫ് മരിച്ചു. ശബ്ദം കേട്ട് ഹാളിലേക്ക് എത്തിയപ്പോഴാണ് സാജിദ ബീവിയെ മർദ്ദിച്ചത്. അടുക്കളയിലേക്ക് ഓടിയപ്പോൾ 5-ലേറെ തവണ ചുറ്റിക കൊണ്ട് അടിച്ചു. അടുക്കളയിലെ ഇടനാഴിയിൽ വീണ സാജിദ ബീവിയെ അവിടെ നിന്ന് വലിച്ച് അകത്തേക്ക് ഇടുകയായിരുന്നു. ചുറ്റിക വാഷ് ബേസിനിലെ വെള്ളത്തിൽ കഴുകി കയ്യിൽ കരുതിയിരുന്ന സിഗരറ്റും വലിച്ചാണ് അഫാൻ പുറത്തേക്ക് ഇറങ്ങിയത്. പോകുന്ന സമയത്ത് ലത്തീഫിന്റെ മൊബൈൽ ഫോണും വീടിന്റെയും കാറിന്റെയും താക്കോലും എടുത്തു. അപ്പോഴും ലത്തീഫിന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് 200 മീറ്റർ മാറി ഒരിടത്ത് ആ ഫോണും വീടിന്റെ താക്കോലും ഉപേക്ഷിച്ചു. തെളിവെടുപ്പിനിടെ പോലീസ് ഈ ഫോണും താക്കോലും കണ്ടെടുത്തു. തെളിവെടുപ്പിനായി ബോംബ് സ്ക്വാഡിനെയും എത്തിച്ചിരുന്നു. മൊബൈൽ ഫോൺ കണ്ടെടുത്തതിനാണ് ബോംബ് സ്ക്വാഡിനെ കൊണ്ടുവന്നത്. തുടർന്ന് അഫാന്റെ പേരുമലയിലെ വീട്ടിൽ എത്തിച്ച് ആക്രമണത്തിനായി വാങ്ങിയ മുളക് പൊടിയും പോലീസിന് എടുത്തു നൽകി. സിഗരറ്റ്, എലിവശം, ചുറ്റിക, സോഫ്റ്റ് ഡ്രിങ്ക്സ്, മുളക് പൊടി, ബാഗ് എന്നിവ വാങ്ങിയ കടകളിലും അഫാനെ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം അഫാനെ കോടതിയിൽ ഹാജരാക്കും.